ഞാൻ ഡോക്ടർ കലീഷ് ഷംറാസ്, മെഡിക്കൽ ഡോക്ടർ, സൈക്കോളജിസ്റ്റ്, പ്രിവെൻറ്റീവ് കാർഡിയോളജി ട്രെയിനർ. റമദാൻ മാസം കടന്നു വരികയാണ്, അല്ലെങ്കിൽ റമദാൻ മാസം വരുമ്പം ഈ ഒരു സമയത്ത് ഫാസ്റ്റിംഗ് എടുക്കുന്നതിനെക്കുറിച്ച് പലർക്കും ആശങ്കയുണ്ട്. പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്. അതുകൊണ്ട് അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫാസ്റ്റിംഗ് എന്നതിനെക്കുറിച്ച് പറയാനാണ് ഈ ഒരു കോഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ജനറൽ പബ്ലിക്കിന്, ഒരുപാട് ക്രോണിക്കായിട്ട് രോഗമുള്ളവർക്ക്, അവരെ പരിചരിക്കുന്നവർക്ക്, അതുപോലെ തന്നെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന, പിന്നെ അതുപോലെ ഇമാമുകൾ, പ്രാസംഗികർ, ഇവർക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ കോഴ്സ് ഞാൻ അസംബിൾ ചെയ്തത്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അടിയിൽ പറഞ്ഞറിയിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കോഴ്സ് കൂടുതൽ അപ്ഡേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാവുന്നതാണ്. ഈ ഒരു കോഴ്സിൻ്റെ മോഡ്യൂൾ 1 നമ്മളിപ്പോൾ ഉള്ളത്. ഓക്കെ, നമുക്ക് റമദാനിൻ്റെയും ആരോഗ്യത്തിൻ്റെ ചില ഫൗണ്ടേഷൻസും അത് നമ്മുടെ ശരീരത്തിനെയും ഒക്കെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. റമദാൻ എന്ന് പറയുമ്പം അതൊരു ആത്മീയ കർമ്മം മാത്രമല്ല, അത് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന ഒരു ജീവശാസ്ത്ര പ്രക്രിയയാണ്. നോമ്പ് ആരംഭിക്കുമ്പോൾ ശരീരം ആദ്യം സംഭരിച്ച് വെച്ച പഞ്ചസാരയാണ് ഉപയോഗപ്പെടുത്തുന്നത്. പിന്നീട് കൊഴുപ്പിൻ്റെ ദഹനത്തിലൂടെ ആണ് കൊഴുപ്പാണ് പിന്നെ അവരെ കത്തിയിരിക്കുന്നത്. ഇത് ആരോഗ്യമുള്ളവർക്ക് സാധാരണമായി നടക്കുന്നൊരു സംഭവമാണ്. എന്നാൽ രോഗമുള്ളവർക്ക് ചിലപ്പം ഇത് അപകടകരമായേക്കാം. ഇസ്ലാം ഒരിക്കലും ശരീരനാശം ആഗ്രഹിക്കുന്നില്ല, അതിനുവേണ്ടി കമ്പൽ ചെയ്യുന്നില്ല. ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നുവെങ്കിൽ നോമ്പിൽ നിന്ന് ഒരുപാട് ഇളവുകളും ഉണ്ട് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കാം. ഈ കോഴ്സ് വിശ്വാസവും മെഡിസിനും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതല്ല, ഭയം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ളതല്ല, ബോധവൽക്കരണത്തിന് വേണ്ടിയാണ് ഇത്തരമൊരു കോഴ്സ് ഞാൻ ആരൊക്കെയാണ് നോമ്പെടുക്കേണ്ടത്, ആർക്കൊക്കെയാണ് നോമ്പെടുക്കാൻ പാടില്ലാത്തത്? എല്ലാ ആൾക്കാരും മെഡിക്കലി നോമ്പെടുക്കാൻ ഫിറ്റാണോ? നമ്മളിപ്പോൾ എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ഒക്കെ ഒരു മെഡിക്കൽ ഫിറ്റ്നസ് കിട്ടണം. നോമ്പെടുക്കണമെങ്കിലും ആ ഒരു ഫിറ്റ്നസ് ആവശ്യമാണ്. പലർക്കും ഒരു അപകടകരമായൊരു വിശ്വാസമുണ്ട്. നിർബന്ധിച്ചിട്ടുള്ള നോമ്പെടുക്കലാണ് വളരെ ശക്തമായിട്ടുള്ള വിശ്വാസം. അത് മെഡിക്കലി അത് വളരെ തെറ്റായൊരു ധാരണയാണ്. മതപരമായിട്ട് എടുക്കുകയാണെങ്കിൽ അത് വളരെ തെറ്റായിട്ടുള്ളൊരു വിശ്വാസമാണ്. ആരൊക്കെയാണ് നോമ്പെടുക്കാൻ വളരെ റിസ്കി ആയിട്ടുള്ള ആൾക്കാർ? ഒരിക്കലും നിയന്ത്രിക്കപ്പെടാത്ത പ്രമേഹ രോഗമുള്ളവർ, കിഡ്നി രോഗം വളരെ മൂർജിച്ച് കിടക്കുന്ന ഒരു സാഹചര്യത്തിലുള്ളവർ, ഹൃദയത്തിൻ്റെ ഫെയിലിയർ അല്ലെങ്കിൽ ഹൃദയം പരാജയപ്പെട്ട് ഹാർട്ട് ഫെയിലിയർ ഉള്ളവർ, ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ക്യാൻസർ പേഷ്യൻസ്, പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ, അതും പ്രത്യേകിച്ച് കോംപ്ലിക്കേഷനൊക്കെ ഉള്ളവർ. ഇത്തരം ആൾക്കാർ നോമ്പെടുത്താൽ എന്താണ് സംഭവിക്കുക? അവർക്ക് ശക്തമായിട്ടുള്ള നിർജ്ജലീകരണം ഉണ്ടാവും, രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് കുറഞ്ഞു പോകുന്ന ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാവും. ചില അവയവങ്ങൾക്ക് ഡാമേജ് ഉണ്ടാക്കും. ഒരുപാട് മെഡിക്കൽ എമർജൻസീസിന് ഇത് കാരണമാവും. ഇസ്ലാം ഒരു മനുഷ്യൻ്റെ ആരോഗ്യ സംരക്ഷണത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് നോമ്പ് മുറിക്കുന്നത് അതൊരു പരാജയമല്ല, അത് ദൈവത്തോടുള്ളൊരു അനുസരണയാണ്. നോമ്പെടുക്കുന്നതിന് മുമ്പിലുള്ള മെഡിക്കലായിട്ടുള്ള എക്സെപ്ഷൻസ്, ഇളവുകൾ, അതൊരിക്കലും അതിനെക്കുറിച്ചുള്ള കുറ്റബോധമോ അതിനെക്കുറിച്ചുള്ള ഭയമോ ആവശ്യമില്ല. പല രോഗികളും അവർക്ക് മുമ്പിൽ നോമ്പെടുക്കുന്നതിന് മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന പല രോഗികളും അനുഭവിക്കുന്നത് രോഗമല്ല, മറിച്ച് കുറ്റബോധമാണ്. തനിക്ക് ഈ രോഗമുള്ളതുകൊണ്ട് നോമ്പെടുക്കണ്ടെന്നറിയാം, പക്ഷെ തൻ്റെ കുറ്റബോധം അതിനനുവദിക്കുന്നില്ല. നോമ്പ് കൊണ്ട് നമ്മുടെ രോഗം അപകടകരമായൊരവസ്ഥയ്ക്ക് പോകുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മതപരമായിട്ട് ഒരുപാട് ഇളവുണ്ട്.
പിന്നീട് നിങ്ങൾക്ക് നോമ്പെടുത്ത് നികത്താം. ഇനി അതിന് സാധ്യമല്ലെങ്കിൽ ഫിദ്യ നൽകാം. ദൈവം ദുഃഖം ആഗ്രഹിക്കുന്നില്ല ഉണ്ണി, ആത്മാർത്ഥതയാണ് ആഗ്രഹിക്കുന്നത്. ഈ ഒരു കോഴ്സിൻ്റെ മോഡ്യൂൾ 2-ൽ ഇപ്പോൾ നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് മെഡിക്കലി ആയിട്ടുള്ള റിസ്കുകൾ നമ്മൾ അസസ് ചെയ്യേണ്ടതുണ്ട്. റമദാനിൽ നോമ്പ് എടുക്കണോ എടുക്കണ്ടേ എന്നുള്ള ഡിസിഷൻ മേക്ക് ചെയ്യേണ്ടത് ഈ ഒരു റിസ്ക് അസസ്മെൻറ്റിലൂടെ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു മോഡ്യൂൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ എന്തൊക്കെ പഠിക്കും? എന്തുകൊണ്ടാണ് ഈ റിസ്ക് അസസ്മെൻറ്റ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആവുന്നത്? ട്രാഫിക് ലൈറ്റ് റൂൾ മോഡൽ നമുക്ക് പഠിക്കാം. പിന്നെ എങ്ങനെയാണ് ഷെയർഡ് ഡിസിഷൻ മേക്കിംഗ് പ്രവർത്തിക്കുന്നത്? ഒരു നോമ്പെടുക്കുന്നത് ബ്രേക്ക് ചെയ്യുന്നതിനുള്ളാകുന്ന ഡേഞ്ചർ സൈൻസ് എന്തൊക്കെയാണ്? നോമ്പ് ബ്രേക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ശരീരം കാണിക്കുന്ന അപകടാവസ്ഥകൾ എന്തൊക്കെയാണ്? പിന്നെ ഒരുപാട് പേർക്കുണ്ടാകുന്ന പേടിയും കുറ്റബോധവും കൺഫ്യൂഷനും എങ്ങനെ മാറ്റാം എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു മോഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫോർ, ഒരു നോമ്പെടുക്കുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് അസുഖങ്ങളുള്ളവരാണെങ്കിൽ അവർക്ക് ഇതെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചുള്ള ഇത് എടുക്കാൻ പറ്റാത്തതാണോ എന്നൊക്കെ എന്ന് മനസ്സിലാക്കിയെടുക്കേണ്ട റിസ്ക് അസസ്മെൻറ്റ് ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ചില അസുഖങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ കുറച്ച് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓരോ വ്യക്തിക്കും നോമ്പെടുക്കുക എന്ന് പറയുന്നത് ഒരുപോലെയല്ല. രണ്ട് വ്യക്തികൾ ചിലപ്പം ഒരേ സമയദൈർഘ്യത്തിലായിരിക്കും നോമ്പെടുത്തത്, പക്ഷെ അവരുടെ രണ്ട് പേരുടെ ബോഡിയിലുണ്ടാവുന്ന ഇതിൻ്റെ ഇമ്പാക്റ്റ്, ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ തികച്ചും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ റിസ്ക് അസസ്മെൻറ്റ് ഓരോ ആൾക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യണം. കാരണം ഓരോരുത്തരുടെയും ബോഡി വ്യത്യസ്തമാണ്. ഓരോ വ്യക്തിക്കും ഒരേ അസുഖം തന്നെ വ്യത്യസ്ത രീതിയിലായിരിക്കും അവർ പ്രതികരിക്കുന്നത്. മെഡിസിൻ തന്നെ ഓരോ വ്യക്തികളിലും വ്യത്യസ്ത രീതിയിലായിരിക്കും പ്രതികരിക്കുന്നത്. അതുകൊണ്ട് റിസ്ക് കണക്കാക്കാതെ എങ്ങനെ നോമ്പെടുക്കുന്നത് നമ്മുടെ ഈമാൻ അല്ലെങ്കിൽ വിശ്വാസം വർദ്ധിപ്പിക്കില്ല, പക്ഷേ അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്നുള്ളതാണ്. മെഡിസിനിൽ നമ്മൾ ചോദിക്കുന്നത് ഇന്ന് നോമ്പ് പിടിക്കാമോ എന്നല്ല, 30 ദിവസം ഇത് നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യും എന്നതാണ്. വൈദ്യശാസ്ത്രവും ഇസ്ലാമും പറയുന്ന ഒരേ ഒരു കാര്യം നമ്മുടെ ശരീരത്തിന് ഇതുകൊണ്ട് നാശം ഒഴിവാക്കണം എന്നുള്ളതാണ്. മോഡ്യൂൾ 2-ലെ ലെസൺ 5, നോമ്പ് ആർക്കൊക്കെ എടുക്കാതിരിക്കാൻ നിർബന്ധമായി നോമ്പ് എടുക്കാൻ പാടില്ലാത്ത ആൾക്കാർ ആരൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രാഫിക് ലൈറ്റ് റിസ്ക് മോഡലാണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു അവസ്ഥയിൽ ആർക്കൊക്കെ നോമ്പെടുക്കാമെന്നതിനെ കുറിച്ച് വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ട്രാഫിക് ലൈറ്റിലെ സൈൻ കാണാറുണ്ടല്ലോ, ഗ്രീൻ സൈൻ വെച്ചാൽ നമ്മൾ വണ്ടി മുന്നോട്ട് പോകാൻ ഓർഡർ ചെയ്യും. അപ്പോൾ ഈ ലോ റിസ്ക് ഉള്ള ആൾക്കാർ അവർക്കാണ് ഗ്രീൻ സൈൻ. അവർക്ക് സേഫായിട്ട് ഈ റമദാൻ മാസത്തിലൊക്കെ നോമ്പെടുക്കാം. ബ്ലഡ് പ്രഷർ നന്നായിട്ട് കൺട്രോൾ ചെയ്യപ്പെട്ട ബ്ലഡ് പ്രഷറുള്ള ആൾക്കാർ, പിന്നെ പല അസുഖങ്ങളും വളരെ മൈൽഡാണ്, സ്റ്റേബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷനിലാണ്. ഈ അടുത്ത കാലത്തൊന്നും ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഇതിന് ഗ്രീൻ സിഗ്നൽ ഉണ്ടെങ്കിലും അവർക്ക് നോമ്പെടുക്കാത്ത മറ്റൊരു സമയങ്ങളിൽ അവർക്ക് എന്ത് ചെയ്യണം? നന്നായിട്ട് ജലാംശം നിലനിർത്തണം. അവർ കഴിക്കുന്ന മെഡിക്കേഷൻസ് ആ ടൈം നോമ്പ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഡ്യൂറേഷനിൽ അഡ്ജസ്റ്റ് ചെയ്ത് നോമ്പ് കഴിക്കേണ്ടതുണ്ട്. അടുത്തത് യെല്ലോ സിഗ്നലാണ്, മഞ്ഞ കളർ. അവർക്ക് മോഡറേറ്റ് ഒരു റിസ്ക് ഉള്ള ആൾക്കാരാണ്. മറ്റവർക്ക് വളരെ കുറഞ്ഞ റിസ്കേ ഉള്ളൂ. ഇത് മോഡറേറ്റ് ആണ്. മോഡറേറ്റ് എന്ന് പറഞ്ഞാൽ ചിലവർക്ക് നോമ്പെടുക്കാം, ചിലപ്പോൾ നോമ്പെടുക്കാതിരിക്കാം. അത് ഏത് തരം രോഗികളാണ്? അവർ കുറച്ച് മുന്നറിയിപ്പോട് കൂടി നോമ്പെടുക്കണം. പ്രമേഹം, കൺട്രോൾ ചെയ്യപ്പെട്ട പ്രമേഹമുള്ളവർ, ഹൃദ്രോഗങ്ങളുണ്ട് പക്ഷെ അത് സ്റ്റേബിളായിട്ട് പോവുകയാണ്. പിന്നെ കിഡ്നി രോഗമുണ്ട് പക്ഷെ ചെറിയൊരു രീതിയിലൊക്കെ ഉള്ളൂ, അധികമൊന്നുമില്ല. പക്ഷേ ഇത്തരം ആൾക്കാർക്ക് നോമ്പെടുക്കുമ്പം ഒരു ഡോക്ടറുടെ സൂപ്പർവിഷൻ, ഒരു നോട്ടം ആവശ്യമാണ്. റെഗുലറായിട്ട് ഇവർക്ക് എങ്ങനെയാണ് അസുഖം മൂർജിക്കുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു മോണിറ്ററിങ് വേണം. ഇത്തരം ആൾക്കാർ നോമ്പ് എടുക്കുകയാണെങ്കിൽ തന്നെ
അവർക്ക് എപ്പോഴാണ് നോമ്പ് ബ്രേക്ക് ചെയ്യേണ്ടതിനെ കുറിച്ചുള്ളൊരു ക്ലിയർ ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കണം, ഒരു നിർദ്ദേശം കൊടുത്തിരിക്കണം. അടുത്തത് ചുവന്ന സിഗ്നലാണ്. ഇത് ഉയർന്ന അപകട സാധ്യതയുള്ള ആൾക്കാരാണ്. അവർക്ക് നോമ്പ് എടുക്കാൻ അപകടമാണ്, അവർ നോമ്പ് ഒഴിവാക്കണം. നിയന്ത്രണമില്ലാത്ത പ്രമേഹമുള്ള ആൾക്കാർ, ഗുരുതരമായിട്ടുള്ള വൃക്കരോഗമുള്ളവർ, ഹൃദയത്തിന് ഒരുപാട് പ്രശ്നങ്ങളുള്ളവർ, ക്യാൻസർ രോഗികൾ, ചികിത്സയിലുള്ള ക്യാൻസർ രോഗികൾ. ചുരുക്കി പറഞ്ഞാൽ ഈ ചുവപ്പ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഈമാൻ്റെ കുറവല്ല, അതിന് അപകടം കൂടുതലാണ് എന്നാണ് അർത്ഥം. ഈ ചുവപ്പ് സിഗ്നലിലുള്ള ആൾക്കാർ നോമ്പെടുത്താൽ എന്താ പ്രശ്നം? അവർക്ക് ചിലപ്പം ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടാം, ഓർഗൻ ഫെയിലിയർ, അവരുടെ ശരീരത്തിൽ മതിയായ ഈ ജലാംശവും പോഷകങ്ങളും എത്താത്തതിൻ്റെ പേരിൽ ആന്തരിക അവയവങ്ങൾക്ക് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കാം. ചിലപ്പം കിഡ്നി രോഗമൊക്കെ ഉള്ളവരാണ് കിഡ്നി കൂടുതൽ അപകടാവസ്ഥയിലേക്ക് പോവാം. പിന്നെ ജീവിതത്തിൽ ഒരുപാട് അപകടമായ സാധ്യതകളിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. മോഡ്യൂൾ 2 ലെസൺ 6 ഒരു ഷെയർഡ് ഡിസിഷൻ മേക്കിംഗ് ആണ് ഒരു ഡോക്ടറും പേഷ്യൻറ്റും തമ്മിലുണ്ടാവേണ്ടത്. ഒരിക്കലും നോമ്പ് കാലത്ത് നോമ്പെടുക്കുന്നതിനെ കുറിച്ച് ഒരു വൺ സൈഡ് ആയിട്ടുള്ള ഒരു തീരുമാനമല്ല ഉണ്ടാവേണ്ടത്. ഡോക്ടർ അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് തീരുമാനിക്കുക, പേഷ്യൻ്റ് വൈകാരികമായിട്ട് അങ്ങോട്ട് തീരുമാനിക്കുക, അതല്ല ഉണ്ടാവേണ്ടത്. ഏറ്റവും നല്ലൊരു തീരുമാനം എന്ന് പറഞ്ഞാൽ രണ്ടു കൂട്ടരും ചേർന്നെടുക്കുന്ന ഒരു തീരുമാനം. ഇതിനർത്ഥം എന്താണ്? ഇന്ന രോഗമുള്ളവർക്ക് ഇന്ന അവസ്ഥയുള്ള നിങ്ങൾക്കുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് നോമ്പെടുക്കാൻ റിസ്ക് ഉണ്ട് എന്നുള്ളത് ഡോക്ടർ യഥാർത്ഥ രീതിയിൽ അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. പേഷ്യൻ്റ് അവർ നല്ല വിശ്വാസമുള്ള ഒരാളാണ്, എൻ്റെ വിശ്വാസത്തെയും ജീവിതശൈലിയെക്കുറിച്ചൊക്കെയുള്ള ആശങ്കകൾ ഡോക്ടറോട് പങ്കുവെക്കുന്നു. എന്നിട്ട് രണ്ടുപേരും ഒരു സേഫ് ആയിട്ടുള്ള ഒരു പ്ലാനിൽ അഗ്രി ചെയ്യപ്പെടുന്നു. ഒരു ഗുഡ് ഡോക്ടർ തന്നാൽ ഇത്തരം രോഗങ്ങളും അസുഖങ്ങളും റിസ്ക്കൊക്കെ ഉള്ളവരോട് നീ നിർബന്ധമായിട്ട് നോമ്പെടുക്കുക എന്ന് ഫോഴ്സ് ചെയ്യുന്ന ആളാവില്ല. ഒരു നല്ലൊരു രോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ലക്ഷണങ്ങളൊക്കെ മറച്ചു വെക്കുന്ന ആളുമാവില്ല. വിശ്വാസ്യത അത് ജീവിതത്തെ രക്ഷപ്പെടുത്തും. വിശ്വാസത്തിൻ്റെ നോമ്പിനെതിരെ ഒരു ഡോക്ടർ അഡ്വൈസ് ചെയ്യുകയാണെങ്കിൽ അതൊരു വിശ്വാസത്തിനെതിരെയുള്ള അറ്റാക്കായിട്ട് കാണാൻ പാടില്ല. ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം മാത്രമായിട്ടേ കാണാൻ പാടുള്ളൂ. ഈ കോഴ്സിൻ്റെ മോഡ്യൂൾ 3 ഏവർക്കും സ്വാഗതം. നമ്മുടെ മെറ്റബോളിക്, കാർഡിയോവാസ്കുലാർ, ഹൃദയ ആരോഗ്യം റമദാൻ മാസത്തിൽ എങ്ങനെ? ഈ മോഡ്യൂളിൻ്റെ അവസാനം നമ്മൾ പഠിക്കുക എന്തൊക്കെയാണ്? എങ്ങനെയാണ് ഒരു വ്രതാനുഷ്ഠാനം നമ്മുടെ ഷുഗറിൻ്റെയും കൊഴുപ്പിൻ്റെയും ഹോർമോണിൻ്റെയും പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നത്? പ്രമേഹമുള്ള ആർക്കൊക്കെ നോമ്പെടുക്കാം, ആർക്കൊക്കെ നോമ്പെടുക്കാൻ പാടില്ല? ഏതൊക്കെ സമയത്ത് എങ്ങനെ നമുക്ക് മെഡിസിൻസ് കഴിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്യാം? നമ്മൾ തിരിച്ചറിയേണ്ട ചില ഹൃദയത്തെ ബാധിക്കുന്ന കുറേ അപകടകരമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സമയത്തിനനുഷ്ഠിതമായിട്ടുള്ള കൃത്യമായിട്ടുള്ള നിയമങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്? ഊഹാപോഹങ്ങളല്ല. എങ്ങനെയാണ് നോമ്പെടുക്കുന്നത് നമ്മുടെ ഉപാപചയ പ്രവർത്തനത്തെ മാറ്റിമറിക്കുന്നത്? മെറ്റബോളിസത്തെ എങ്ങനെയാണ് മാറ്റിമറിക്കുന്നത്? നമ്മൾ നോമ്പെടുത്ത് തുടങ്ങുന്ന സമയത്ത് നമ്മളുടെ ശരീരം ഷട്ട് ഡൗൺ ആകുകയല്ല ചെയ്യുന്നത്, ഇത് പൊരുത്തപ്പെട്ടു പോവുകയാണ് ചെയ്യുക, അഡാപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. ആദ്യത്തെ കുറച്ച് സമയങ്ങളിൽ ബോഡി എന്ത് ചെയ്യും? ശേഖരിക്കപ്പെട്ട പഞ്ചസാരയെ ഗ്ലൂക്കോസിനെ ഉപയോഗപ്പെടുത്തും, ഗ്ലൈക്കോജൻ. ഒരു നോമ്പ് എടുത്ത് തുടങ്ങുന്ന സമയത്ത് ശരീരം അതിൻ്റെ പ്രവർത്തനം നിർത്തുന്നില്ല, അത് അനുയോജ്യമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ എന്താണ് ചെയ്യുക? സംഭരിച്ച് വെച്ച പഞ്ചസാര ഉപയോഗിക്കുന്നു. പിന്നെ കുറച്ച് സമയം കഴിയുമ്പോഴേക്കാണ് നമ്മുടെ ശരീരത്തിൽ ശേഖരിച്ച കൊഴുപ്പിൻ്റെ ദഹനം ആരംഭിക്കുന്നത്. ആ സമയത്ത് കീറ്റോൺ വർദ്ധിക്കുന്നു. ആരോഗ്യമുള്ള ആൾക്കാർക്ക് ഇത് വളരെ സുരക്ഷിതമാണ്. എന്നാൽ പ്രമേഹം, കരൾ രോഗം, വൃക്കരോഗം എന്നുള്ളവർക്ക് ഇതൊരു പക്ഷേ അപകടകമായേക്കാം. പ്രമേഹവും റമദാനിലെ വ്രതവും ആർക്കൊക്കെ സേഫായിട്ട് ഫാസ്റ്റ് ചെയ്യാം?
ഈ റമദാൻ മാസത്തിലെ നോമ്പ് കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റീസാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ അതൊരു രോഗം മാത്രമല്ല, ഇതൊരു പാറ്റേണാണ്. അപ്പോൾ ആർക്കൊക്കെ ഈ സമയത്ത് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് നോമ്പെടുക്കാം? വെൽ കൺട്രോൾഡ്, ശരിക്കും നിയന്ത്രണത്തിന് വിധേയമാക്കപ്പെട്ട ടൈപ്പ് 2 പ്രമേഹമുള്ളവർ, സ്റ്റേബിൾ ആയിട്ടുള്ള മെഡിക്കേഷൻ ഡോസ് എടുക്കുന്നവർ, ഇതിൻ്റെ ഷുഗർ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും, കൂടിയാൽ എന്ത് സംഭവിക്കും എന്നുള്ള ലക്ഷണങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവുള്ളവർ. പിന്നെ ആർക്കാണ് ഫാസ്റ്റിംഗ് എടുക്കാൻ പറ്റാത്തത്? എത്രയോ മരുന്ന് കഴിക്കുന്ന, ഇൻസുലിൻ കഴിക്കുന്ന, ഒന്നും കൺട്രോൾ ചെയ്യപ്പെടാത്ത പ്രമേഹമുള്ളവർ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ഷുഗർ കുറഞ്ഞു പോകുന്ന ഹൈപ്പോഗ്ലൈസീമിയ ഉള്ള ആൾക്കാർ, പിന്നെ ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള പ്രമേഹം, അതും കൺട്രോൾ ആവാത്തവർ, ടൈപ്പ് 1 ഡയബറ്റീസ്, പിന്നെ പ്രമേഹമുള്ള പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഗർഭിണികൾ. ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ധൈര്യമല്ല, അത് സുരക്ഷയാണ്. അതിൽ പ്രമേഹവും ഈ റമദാൻ മാസത്തിലെ നോമ്പ്, പ്രമേഹത്തിന് കഴിക്കുന്ന മരുന്നുകൾ എങ്ങനെയാണ് ഈ റമദാൻ മാസത്തിൽ അതിൻ്റെ സേഫ്റ്റിയെ ബാധിക്കുന്നത്? തീർച്ചയായിട്ടും മരുന്നുകൾ തന്നെയാണ് സേഫായിട്ട് വ്രതമെടുക്കാൻ ഈ നോമ്പ് കാലത്ത് ഒരു കാരണമാണ്. ചില മെഡിസിൻസ് ലോ റിസ്ക്കാണ്, വല്ലാണ്ട് ഷുഗർ അങ്ങോട്ട് പറ്റ കുറഞ്ഞു പോകുന്ന അവസ്ഥ വരില്ല. ഏതൊക്കെയാണത്? മെറ്റ്ഫോർമിൻ, DPP-4 ഇൻഹിബിറ്റേഴ്സ്. മോഡറേറ്റ് റിസ്ക് ആർക്കാണ്? സൾഫണൈൽ യൂറിയ ഡ്രഗ്സ്. ഹൈ റിസ്ക് ആണ് ഇൻസുലിനും, പിന്നെ പലതവണ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നവർക്കും. ബ്ലഡ് ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ നോമ്പൊന്നും മുറിഞ്ഞു പോകാൻ പോകണില്ല. അപ്പോൾ നമ്മൾ ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യുന്ന ഡേഞ്ചറാണ്. അതുപോലെ തന്നെ മെഡിക്കേഷൻ്റെ ടൈമിംഗ് ശരിക്കും അഡ്ജസ്റ്റ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യുന്നതും അപകടമാണ്. ഇത്തരം ആൾക്കാർ എന്ത് ചെയ്യണം? നോമ്പെടുത്ത് കഴിഞ്ഞാലും പ്രമേഹം കുറഞ്ഞു പോകുന്ന ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അങ്ങനത്തെ എന്തെങ്കിലും പ്രമേഹം കുറഞ്ഞു പോകുന്ന ലക്ഷണം കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നോമ്പ് മുറിക്കണം, പഞ്ചസാര എടുത്ത് കഴിക്കണം, പിന്നെ ഒരു ഡോക്ടറെ കണ്ടിട്ടോ അല്ലെങ്കിൽ മെഡിക്കൽ എവാലുവേഷൻ ചെയ്യണം. ഒരു റെഗുലേഷൻസും ആ സമയത്ത് പാടുള്ളതല്ല. ഹൃദ്രോഗികളും രക്തസമ്മർദ്ദമുള്ളവരും നോമ്പിനോട് എങ്ങനെയാണ് സമീപിക്കേണ്ടത്? വളരെ ഒരു പ്രത്യേക ശ്രദ്ധയോടെ നിൽക്കേണ്ട ആൾക്കാരാണ് ഇത്തരം ആൾക്കാർ. ഈ സമയത്ത് ഉണ്ടാവുന്ന റിസ്കുകൾ എന്തൊക്കെയാണ്? ഒന്ന്, നിർജ്ജലീകരണം, രക്തസമ്മർദ്ദത്തിലുള്ള ഫ്ലക്ച്വേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കാനുള്ള സാധ്യത, ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്ന് പറയും. ഇലക്ട്രോലൈറ്റിൻ്റെ സന്തുലിതാവസ്ഥയിലുള്ള വ്യത്യാസം, സോഡിയത്തിൻ്റെ അളവ് കുറഞ്ഞു പോവുക, പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു പോവുക, ഇതുപോലുള്ള ഉണ്ടാവാനുള്ള സാധ്യത. സ്റ്റേബിളായിട്ടുള്ള ഒരു രോഗിക്ക് ഒരു ഡോക്ടറുടെ സൂപ്പർവിഷനോട് കൂടി നോമ്പെടുക്കാം. പക്ഷേ താഴെ പറയുന്ന എന്ത് ലക്ഷണം കണ്ടാലും പെട്ടെന്ന് തന്നെ നോമ്പ് മുറിക്കേണ്ടതാണ്. നെഞ്ചുവേദന അനുഭവപ്പെടുകയാണ്, ശ്വാസം മുട്ടൽ അനുഭവപ്പെടുകയാണ്, മിടിപ്പുകൾ വല്ലാതെ കൂടി വരുന്നൊരു സാഹചര്യമാണ്, തലകറക്കം, കുഴഞ്ഞു വീഴുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നോമ്പ് മുറിക്കേണ്ടതാണ്. ഒരു കാരണവശാലും നോമ്പ് എടുത്തത് ഒരു ഹൃദയാഘാതം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നോമ്പ് തന്നെ അപകടകരമായി മാറും. പ്രത്യേകിച്ച് ഇൻഫർമേഷനൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് നോമ്പെടുത്തു കഴിഞ്ഞാൽ അത് കൂടുതൽ നോമ്പിന് സ്പിരിച്വലായിട്ട് കിട്ടുന്നൊരു ബെനിഫിറ്റ് കൂടി ഇല്ലാതാക്കും എന്നുള്ള പ്രത്യേകം മനസ്സിലാക്കാം. റമദാനും കൊളസ്ട്രോളും അമിതവണ്ണവും മെറ്റബോളിക് സിൻഡ്രോം. ചില ആൾക്കാർക്ക് റമദാനിൽ നോമ്പെടുത്തത് കൊണ്ട് അവരുടെ മെറ്റബോളിക് ഹെൽത്ത്, ഉപാപചയ ആരോഗ്യം മെച്ചപ്പെടാം, ചിലർക്ക് അത് വേസ്റ്റ് ആവുകയും ചെയ്യാം. പലപ്പോഴും എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോമ്പിൻ്റെ ആ ഒരു ഭക്ഷണം കഴിക്കാത്ത ഡ്യൂറേഷനിൽ ഭക്ഷണമൊന്നും കഴിക്കില്ല. നോമ്പ് തുറക്കുന്ന സമയമായി കഴിഞ്ഞാൽ ഒരുപാട് ഫ്രൈഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളും ഷുഗർ അടങ്ങിയ ഭക്ഷണങ്ങളും എല്ലാം അമിതമായി തിന്നിട്ട് ഇതുകൊണ്ട് കിട്ടാവുന്ന ആരോഗ്യ ഗുണങ്ങളെ മുഴുവനും നശിപ്പിച്ച് കളയുന്ന സാഹചര്യമാണ്. റമദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, അതൊരു അച്ചടക്കമാണ്. അത് ആരോഗ്യത്തോട് ചെയ്യുന്നൊരു ക്രൂരതയല്ല. വേണമെങ്കിൽ ഒരു ഇഫ്താറൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം നടന്നു കഴിഞ്ഞാൽ ഈ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ അത് സഹായിക്കും എന്നുള്ളതാണ്. ഇത് നമ്മളെ കോഴ്സിൻ്റെ 4ാമത്തെ മോഡ്യൂളാണ്. നമ്മുടെ പല ആന്തരിക സിസ്റ്റത്തിൻ്റെ ആ രോഗങ്ങളും റമദാൻ ഫാസ്റ്റിങ്ങും. ഈ മോഡ്യൂൾ കഴിയുമ്പം നമ്മുടെ കിഡ്നിയുടെയും നമ്മുടെ നമ്മുടെ ആമാശയത്തിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും ബ്രെയിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങളെ
എങ്ങനെയാണ് വ്രതം എഫക്റ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ പഠിച്ചിരിക്കും. പിന്നെ ആരൊക്കെയാണ് ഈ ഒരു അവസ്ഥയിൽ നോമ്പ് ഒഴിവാക്കേണ്ടത്? നോമ്പ് എടുക്കാൻ അലോ ചെയ്യപ്പെട്ടവർക്ക് എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് സേഫായിട്ട്? അപകടകരമായി കാണുന്ന അവസ്ഥകളുടെ വാർണിംഗ് സൈൻസ് എന്തൊക്കെയാണ്? നമുക്ക് തടയാൻ പറ്റുന്ന എമർജൻസികൾ എങ്ങനെ ഒഴിവാക്കാം? ഇതൊക്കെ നമ്മൾ പഠിക്കും. ലെസൺ 13, വൃക്ക രോഗങ്ങളും വാട്ടർ ബാലൻസും നമ്മുടെ റമദാൻ മാസത്തിൽ. നമുക്കറിയാം, നമ്മളുടെ വൃക്കകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ വെള്ളത്തിൻ്റെയും വേസ്റ്റിൻ്റെയും നിയന്ത്രിക്കപ്പെടുന്ന ശാരീരികത്തിലെ ആന്തരികാവയവമാണ്. നമുക്കറിയാം, നോമ്പെടുക്കുന്ന സമയത്ത് നമുക്ക് ജലാംശം അമിതമായി എടുക്കുന്നത് ഫുൾ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുകയാണ്. മൂത്രം കൂടുതൽ കട്ടിയുള്ളതാവുകയാണ്, കോൺസെൻട്രേറ്റഡ് ആവുകയാണ്. വൃക്കയുടെ വർക്ക് ലോഡ് കൂടുതലായിട്ട് ഉണ്ടാവുന്നൊരു സാഹചര്യമാണ്. ഒരു ആരോഗ്യമുള്ള ഒരാളെ സംബന്ധിച്ചുള്ളത് ഇത് നമുക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ വൃക്കരോഗമുള്ളവർക്ക് ഇത് അപകടകരമായി മാറും. ആരാണ് കിഡ്നി പേഷ്യൻസിൽ ഹൈ റിസ്ക് ഉള്ള ആൾക്കാർ? ഒന്ന്, അഡ്വാൻസ്ഡ് ആയിട്ട് കിഡ്നി രോഗം മൂത്ത് പോയ ആൾ, ഡയാലിസിസ് എടുക്കുന്ന ആൾക്കാർ, കിഡ്നി ട്രാൻസ്പ്ലാന്റ് കിട്ടിയ ആൾക്കാർ, ട്രാൻസ്പ്ലാന്റ് ചെയ്യപ്പെട്ടവർ, പിന്നെ ഇൻസ്റ്റെബിലിറ്റി ആയിട്ട് അവർക്ക് ചില ലക്ഷണങ്ങളൊക്കെ ഉള്ളവർ. ഇത്തരം ആൾക്കാർ നോമ്പെടുക്കുന്നത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പിന്നെ നോമ്പെടുക്കാൻ ഒരു മോഡറേറ്റ് റിസ്ക് ഉള്ള ആൾക്കാർ ആരൊക്കെയാണ്? കിഡ്നി രോഗങ്ങളുണ്ട്, പക്ഷെ അതിൻ്റെ തുടക്കത്തിലാണ്. പിന്നെ കിഡ്നി കല്ലുള്ള ആൾക്കാർ, അവർക്ക് വേണമെങ്കിൽ നോമ്പെടുക്കാം, പക്ഷെ ഒരു മെഡിക്കൽ സൂപ്പർവിഷനോട് കൂടി ആയിരിക്കണം. എന്തൊക്കെയാണ് വാർണിംഗ് സൈനുകൾ? യൂറിൻ പോകുന്നത് കുറയാം, ഡാർക്കായിട്ടുള്ള മൂത്രം, പിന്നെ വളരെ ശക്തമായിട്ടുള്ള ക്ഷീണം, പിന്നെ നീരുണ്ടാവുക. ഇതെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നോമ്പ് മുറിക്കേണ്ടതാണ്. നമ്മൾ ആരാധനയ്ക്ക് വേണ്ടി ചെയ്യുന്നൊരു കാര്യം ഒരു കാരണവശാലും നമ്മളുടെ കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാവുന്നതാവാൻ പാടില്ല. നമ്മുടെ ആമാശയത്തിൻ്റെയും കരളിൻ്റെയും ദഹന വ്യവസ്ഥയിലെ മറ്റ് പ്രശ്നങ്ങൾ കൊണ്ട് നോമ്പും എങ്ങനെയാണ്? തീർച്ചയായിട്ടും നോമ്പ് കാലത്ത് ഈ ദഹന വ്യവസ്ഥയിലുള്ള രോഗങ്ങൾ ഒന്ന് വഷളാവാനുള്ള സാധ്യത കൂടുതലാണ്. എന്തുകൊണ്ടാണ്? ഭക്ഷണങ്ങൾക്കിടയിലെ ഒരു നീണ്ട ഗ്യാപ്പ് തന്നെയാണ് അതിന് ഏറ്റവും വലിയ കാരണം. പിന്നെ ആസിഡ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്നൊരവസ്ഥ. പിന്നെ പെട്ടെന്ന് തന്നെ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുക. എന്തൊക്കെ കണ്ടീഷൻസാണ് ഈ സമയത്ത് എഫക്റ്റ് ചെയ്യപ്പെടുന്നത്? ഒന്ന്, ആസിഡ് റിഫ്ലക്സ്, നെഞ്ചരിച്ചിൽ, ഗ്യാസ്ട്രൈറ്റിസ്, പെപ്റ്റിക് അൾസർ, പുണ്ണ്, ഫാറ്റി ലിവർ ഡിസീസ്. എന്താണ് നമ്മൾ ഈ സമയത്ത് നമ്മൾ അനുഷ്ഠിക്കേണ്ട സേഫ് പ്രാക്ടീസ്? ഒരു കാരണവശാലും പുലർച്ചക്കത്തെ സൂറ് ഭക്ഷണം സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സ്പൈസി ആയിട്ടുള്ള ഓയിലി ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്നാൽ പതിയെ തിന്ന് വാരി വലിച്ച് ഒരുപാട് കഴിക്കരുത്. ടേക്ക് മെഡിക്കേഷൻസ് ആസ് പ്രിസ്ക്രൈബ്ഡ്. വാട്ട് ആർ ദ റെഡ് ഫ്ലാഗ്സ്? സിവിയർ അബ്ഡോമിനൽ പെയിൻ, വോമിറ്റിംഗ് ബ്ലഡ് ആൻഡ് ബ്ലാക്ക് സ്റ്റൂൾസ്. ദിസ് റിക്വയർ ഇമ്മീഡിയറ്റ് മെഡിക്കൽ അറ്റൻഷൻ. എന്തെങ്കിലും മരുന്നുകളൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സമയാസമയത്ത് കഴിക്കാം. എന്തൊക്കെയാണ് അപകടകരമായിട്ടുള്ള റെഡ് ഫ്ലാഗ് സൈൻസ്? വളരെ ശക്തമായിട്ടുള്ള വയറുവേദന, ബ്ലഡ് ഛർദ്ദിക്കുക, കറുത്ത മലം. ഇത്തരം എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ടതാണ്. ആസ്മയും ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസും ഉള്ള ആൾക്കാർ നോമ്പെടുക്കാൻ പാടുണ്ടോ എന്നുള്ളത്. നമുക്കറിയാം, നമ്മുടെ ശ്വാസം എന്നാണ് നമ്മുടെ ജീവനാണ്. ഒരു കാരണവശാലും ആസ്മ രോഗികൾ അവരുടെ ഈ വായു സഞ്ചാര പാതയുടെ ആരോഗ്യം വിട്ട് കളിക്കരുത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇൻഹേലർ ഉപയോഗിച്ചത് കൊണ്ട് ഒരു കാരണവശാലും നോമ്പ് മുറിയാൻ പോകുന്നില്ല.
അതേസമയം ഇൻഹെയിലർ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരാൾ ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത് ഇൻഹെയിലർ അടിക്കുന്നത് ഒഴിവാക്കി കഴിഞ്ഞാൽ അത് സിവിയർ ആയിട്ടുള്ള ഒരു ആസ്തമ അറ്റാക്ക് ഉണ്ടാക്കാൻ കാരണമാവും, ഹോസ്പിറ്റൽ അഡ്മിഷൻ്റെ കാരണമാവും, മരണം വരെ സംഭവിക്കുന്ന അപകടാവസ്ഥ ഉണ്ടായി എന്ന് വരാം. ഏതൊക്കെ ആസ്മ രോഗികളാണ് നോമ്പെടുക്കുന്നത് ഒഴിവാക്കേണ്ടത്? ആസ്മ തീരെ കൺട്രോൾ ആവാത്തവർ, സ്ഥിരമായിട്ട് ഇങ്ങനെ ശ്വാസം മുട്ടുള്ളവർ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആസ്മയുടെ എക്സാസർബേഷൻ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടി വരുന്ന ഓരോ എപ്പിസോഡുകൾ ഉണ്ടാവുന്നവർ, ഈ അടുത്ത കാലത്തായിട്ട് പലതവണ ആസ്മയ്ക്ക് വേണ്ടി ഹോസ്പിറ്റൽ അഡ്മിഷൻ ആയവർ. എന്തൊക്കെയാണ് എമർജൻസി സൈൻസ്? ഈ ലക്ഷണങ്ങൾ കണ്ടാൽ പെട്ടെന്ന് തന്നെ നോമ്പ് മുറിക്കണം. വളരെ ശക്തമായിട്ടുള്ള സിവിയർ ശ്വാസം മുട്ടൽ, ചെസ്റ്റിന് വളരെ ടൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നൊരവസ്ഥ, നീല കളറിലുള്ള ചുണ്ടുകൾ, ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നോമ്പ് ബ്രേക്ക് ചെയ്യേണ്ടതാണ്. പിന്നെ പെട്ടെന്ന് മെഡിക്കൽ സഹായം സ്വീകരിക്കേണ്ടതാണ്. നമ്മുടെ ഞരമ്പുകൾക്ക് രോഗമുള്ളവർ ഇവിടെ ഫാസ്റ്റിംഗ് എങ്ങനെയാണ്? നമുക്കറിയാം, നമ്മുടെ തലച്ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾക്ക് വളരെ സെൻസിറ്റീവായിട്ടാണ് പ്രതികരിക്കുക. ഒന്ന് ഷുഗർ കുറഞ്ഞു പോയാൽ, നിർജ്ജലീകരണം സംഭവിച്ചാൽ, ഉറക്കമില്ലെങ്കിലൊക്കെ തലച്ചോറ് വളരെ അപകടകരമായ രീതിയിൽ പ്രതികരിക്കും. അപ്പം ഈ നോമ്പെടുക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ സംഭവിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ആരൊക്കെയാണ് ഇതിൽ അപകടകരമായ റിസ്ക് ഉള്ളവർ? ഒന്ന് അപസ്മാര രോഗമുള്ളവർ, സ്ട്രോക്കിൻ്റെ ഒരു ഹിസ്റ്ററി ഉള്ളവർ, മൈഗ്രെയിൻ ഉള്ളവർ. പിന്നെ ഹൈ റിസ്ക് ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ്? നിയന്ത്രിക്കപ്പെടാത്ത അപസ്മാര രോഗമുള്ളവർ, ഈ അടുത്ത കാലത്തായിട്ട് സ്ട്രോക്ക് ഉണ്ടായവർ, അവരൊക്കെ എന്താക്കണം? ഫാസ്റ്റിംഗ് ഒഴിവാക്കേണ്ടതുണ്ട്, നോമ്പെടുക്കാൻ പാടില്ല. ഈ അപസ്മാരത്തിനൊക്കെ പ്രത്യേകിച്ച് മരുന്ന് കഴിക്കുന്നവർ ഈ മരുന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ വീണ്ടും അപസ്മാരം വരാനുള്ള സാധ്യതയും ന്യൂറോളജിക്കൽ ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തൊക്കെ അപകടകരമായ ലക്ഷണങ്ങളാണ്? ഇത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നോമ്പ് മുറിക്കണം, മെഡിക്കൽ എമർജൻസിയാണ്. വളരെ കൺഫ്യൂഷൻ ആവുന്നൊരു സ്റ്റേറ്റ്, അപസ്മാരം, പിന്നെ പെട്ടെന്ന് തന്നെ ശരീരം വീക്കായി പോകുന്നൊരു സാഹചര്യം, അത് മെഡിക്കൽ എമർജൻസികളാണ്. നോമ്പും നമുക്കറിയാം, പലരും ഒരുപാട് മെഡിസിൻസ് ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ ടൈമിങ്ങും പല മരുന്നുകളും കഴിക്കുന്നതും ഒക്കെ എങ്ങനെയാണ് നോമ്പ് കാലത്ത് അഡ്ജസ്റ്റ് ചെയ്യുക? പല രോഗികളും ഒരുപാട് മരുന്നുകൾ എടുക്കുന്നുണ്ട്. ഇത്തരം മരുന്നുകൾ കഴിക്കുന്നവർ നോമ്പെടുക്കുമ്പം അതിൻ്റെ ടൈമിംഗ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ചിലപ്പോൾ ഓവർ ഡോസ് ആവും, ചിലർക്ക് സമയാസമയത്ത് മരുന്ന് കിട്ടിയില്ല എന്ന് വരാം, ചികിത്സ പരാജയപ്പെട്ടെന്ന് വരാം. അതുകൊണ്ട് പറയാനുള്ള റൂൾ എന്താണ്? ഒരു കാരണവശാലും നിങ്ങൾ സ്വയം നോമ്പിൻ്റെ സമയത്ത് മെഡിസിൻസ് നിർത്തരുത്, നിങ്ങൾ സ്വയം അഡ്ജസ്റ്റ് ചെയ്യരുത്. ഒരു കാരണവശാലും ഇത് ഡബിൾ ഡോസ് എടുക്കരുത്. ഒരു ഡോക്ടറുടെ ഗൈഡൻസോട് കൂടി ആ ടൈം അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. മെഡിക്കേഷൻ സേഫ്റ്റി എന്ന് പറയുന്നത് നോമ്പിൻ്റെനേക്കാളും പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക. ഷെഡ്യൂൾ 6 ഇപ്പോൾ നമ്മളുള്ളത് അല്ലേ? ജോലി, നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം, പിന്നെ ഒരുപാട് മെഡിക്കൽ പ്രൊസീജിയേഴ്സ്, ഇതൊക്കെ എങ്ങനെയാണ് ഈ റമദാൻ മാസത്തിൽ കണ്ടക്ട് ചെയ്യേണ്ടത്? ഈ ഒരു മോഡ്യൂൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ പഠിക്കുക എന്തൊക്കെയാണ്? നമ്മളുടെ ഫിസിക്കൽ വർക്ക്, നമ്മളുടെ അധ്വാനിച്ചുള്ള ജോലികൾ എങ്ങനെയാണ് നമ്മുടെ നോമ്പെടുക്കുന്നതിൻ്റെ സേഫ്റ്റിയെ ബാധിക്കുന്നത്? എങ്ങനെയാണ് ഒരു നോമ്പെടുക്കുന്നത് കൊണ്ട് നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെയും ഇൻഫെക്ഷനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നത്? പിന്നെ വാക്സിന്, ഇഞ്ചക്ഷന്, പ്രൊസീജിയേഴ്സ്, ഇതൊക്കെ എങ്ങനെയാണ് ഈ ഒരു നോമ്പുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്? ഇപ്പോൾ ഒരു നോമ്പെടുക്കുന്നത് ഇപ്പം നമ്മളെപ്പോലൊക്കെ ഉള്ളവർ കുത്തിയിരുന്ന് ജോലി ചെയ്യുന്നവരാണ്. ചില ആൾക്കാർക്ക് ഇപ്പം നമുക്ക് മരങ്ങളൊക്കെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്കും നമ്മളൊക്കെ ചെയ്യുന്ന ജോലിയാണെങ്കിലും ഈ രണ്ട് ജോലിയിലും നോമ്പ് ബാധിക്കുന്ന രണ്ട് രീതിയിലാണ്. ഇപ്പോൾ ഓഫീസ് വർക്ക്, അധ്യാപകർ, ഡോക്ടർമാർ, ലൈറ്റ് ഡ്യൂട്ടി ഒക്കെ എടുക്കുന്നവർ, അവർക്കൊക്കെ ഒരു ഫാസ്റ്റിംഗ് എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ ഇപ്പം നിർമ്മാണ തൊഴിലാളികൾ, കർഷകർ, ഫാക്ടറി വർക്ക് ചെയ്യുന്നവർ, പിന്നെ ഓവർ ചൂടത്ത് വല്ലാതെ വർക്ക് ചെയ്യുന്നവർ, അവർക്കൊക്കെ ഒരുപാട് മെഡിക്കൽ റിസ്ക് കൊണ്ടുണ്ടെന്നുള്ളതാണ്. ഇത്തരം ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന അപകട സാധ്യതകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേത് നിർജ്ജലീകരണമാണ്. പിന്നെ ചൂട് വല്ലാതെ കൂടിയിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്. പിന്നെ ബ്ലഡ് പ്രഷർ കുറഞ്ഞു പോവുക, തല കറങ്ങി വീഴുക. തീർച്ചയായിട്ടും ഇസ്ലാം ഒരു ജോലിയുടെ കഠിനാധ്വാനത്തെ
അംഗീകരിക്കുന്നൊരു റിലീജിയനാണ്. ഒരു മനുഷ്യൻ്റെ ജീവൻ്റെ സേഫ്റ്റിയെ നോമ്പ് ഭീഷണിയാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ നോമ്പ് മുറിക്കേണ്ടതാണ്. ഒരിക്കലും നോട്ട് വിടാമല്ലോ. ഒരു ജോലി ചെയ്ത് കുഴഞ്ഞു വീണ് നമ്മളങ്ങനെ വലിയ ഭക്തി കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിന് വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ് ആണ് വേണ്ടത്. പലപ്പോഴും നോമ്പ് കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് പലരും വർക്ക് ചെയ്യുന്ന ടൈമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ വർക്ക് ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ശക്തമായിട്ട് ചൂട് അനുഭവിക്കുന്ന സമയത്ത് റെസ്റ്റ് എടുക്കുക. ഇഫ്താർ കഴിഞ്ഞിട്ട് യഥാർത്ഥ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? നന്നായിട്ട് ജലാംശം കുടിക്കുക. തീർച്ചയായിട്ടും ഭക്തി ഒരു മനുഷ്യൻ്റെ കൊളാപ്സ് ആയി വീഴുന്നത് ആവശ്യപ്പെടുന്നില്ല. പ്രതിരോധ സംവിധാനവും അണുബാധകളും റമദാനും. ഇത് നാട്ടിൽ നമുക്കിടയിൽ വല്ലാത്തൊരു മിഥ്യാധാരണയുണ്ട്. നോമ്പെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രതിരോധ ശക്തി വീക്കായി പോകും എന്നുള്ളത്. ഒരു കാരണവശാലും നോമ്പെടുത്തുകൊണ്ട് വീക്കാവില്ല. പക്ഷേ ആ എടുക്കുന്ന നോമ്പ് വളരെ പ്രോപ്പറായിട്ട് എടുത്തതായിരിക്കണം. എന്തൊക്കെയാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി വീക്കൻ ചെയ്യുക? തീർച്ചയായിട്ടും നോമ്പ് കൊണ്ടുണ്ടാവാൻ സാധ്യതയുള്ള ഡീഹൈഡ്രേഷൻ, നിർജ്ജലീകരണം, പിന്നെ യഥാർത്ഥത്തിൽ ശരിയായ രീതിയിൽ ഒരു ഉറക്കം കിട്ടാത്തൊരു സാഹചര്യം, പിന്നെ പോഷകാഹാരത്തിൻ്റെ കുറവ്, മാനസിക സമ്മർദ്ദങ്ങൾ. തീർച്ചയായിട്ടും തൻ്റെ രോഗപ്രതിരോധ സംവിധാനം വളരെ വീക്കായിട്ടുള്ള, ഇടയ്ക്കിടെ ഇൻഫെക്ഷൻസും അണുബാധകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ക്രോണിക് ആയിട്ടുള്ള രോഗങ്ങളുള്ള ആൾക്കാർ കുറച്ചൊന്ന് കെയർഫുൾ ആവണം ഈ നോമ്പെടുക്കുമ്പോൾ. ഈ ഒരു സമയത്ത് പാലിക്കേണ്ട കുറച്ച് സേഫ്റ്റി റൂൾസ് എന്താണ്? ഇഫ്താറും പുലർച്ചക്കത്തെ ഭക്ഷണം നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ളതായിരിക്കണം. അല്ലാണ്ട് കണ്ട നമ്മുടെ ശരീരത്തിൽ നീർവീക്കുണ്ടാക്കുന്ന പൊരിച്ച കരികളും മറ്റും മറുത്തും മാത്രമായിട്ടാണ് കഴിച്ചു പോകരുത്. പിന്നെ യഥാർത്ഥ രീതിയിൽ ശരിയായ രീതിയിൽ ഉറങ്ങി എന്നുള്ളത് ഉറപ്പാക്കുക. പിന്നെ എപ്പോഴും നല്ല ഹാൻഡ് ഹൈജീൻ, കൈകളൊക്കെ വൃത്തിയാക്കി സൂക്ഷിക്കുക. എടുക്കുന്ന നോമ്പ് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ അണുബാധകളോ രോഗം മാറാനുള്ള സമയമോ വൈകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ നോമ്പ് മുറിക്കേണ്ടതാണ്. ആരോഗ്യപരമായിട്ടുള്ള വീണ്ടെടുക്കൽ എന്ന് പറഞ്ഞാൽ അത് ഭക്തിയുടെ ഒരു ഭാഗമാണ്. വാക്സിൻ എടുത്താലോ ഇഞ്ചക്ഷൻ എടുത്താലോ ഡ്രിപ്പ് ഇട്ടാലോ നോമ്പ് മുറിയുമോ? തീർച്ചയായിട്ടും വാക്സിനേഷനും ഇഞ്ചക്ഷൻസും ഒരു കാരണവശാലും നമ്മൾ നോമ്പ് മുറിക്കൂല. വാക്സിന്, ഇൻസുലിൻ ഇഞ്ചക്ഷന്, ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷന്, പെയിൻ ഇഞ്ചക്ഷന്, ഇതൊന്നും എടുത്താൽ നോമ്പ് മുറിയില്ല. എന്തുകൊണ്ടാണ്? കാരണം അത് നമുക്കൊരു പോഷക വസ്തു സപ്ലൈ ചെയ്യുന്നില്ല. ഒരു വൈറ്റമിനോ മിനറലോ ഒന്നും സപ്ലൈ ചെയ്യുന്നില്ല. പക്ഷേ നമ്മളിപ്പം ക്ഷീണത്തിന് വേണ്ടി ഒരു IV ഫ്ലൂയിഡ് എടുക്കുക, ഒരു ഗ്ലൂക്കോസ് കയറ്റി തരിക, അതിലേക്ക് വൈറ്റമിനൊക്കെ ആഡ് ചെയ്തിട്ട് കയറ്റുക, തീർച്ചയായിട്ടും നോമ്പ് മുറിയും. ഇപ്പോൾ ഗ്ലൂക്കോസ് ഡ്രിപ്പ് ഇടുകയാണ്, തീർച്ചയായിട്ടും നോമ്പ് മുറിയും. പാരൻ്റൽ ഫീഡിങ് ചെയ്യാൻ നോമ്പ് മുറിയും. ഒരു വല്ലാണ്ട് ക്ഷീണം വന്ന് ഡ്രിപ്പ് ഇടേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു കുറ്റബോധവും ഇല്ലാതെ അപ്പം തന്നെ നോമ്പ് മുറിക്കുക. നമ്മുടെ ജീവൻ സംരക്ഷിക്കുന്നത് ഫാസ്റ്റിങ്ങിനേക്കാളും ഈമാനുള്ള കാര്യമാണ്. പല്ലാകെ കേടാണല്ലോ, എനിക്ക് നോമ്പുണ്ട്, നോമ്പ് മുറിഞ്ഞു പോവുമോ? തീർച്ചയായിട്ടും പല്ലിൻ്റെയും തൊലിയുടെയും ഒക്കെ ആയിട്ട് മൈനർ ആയിട്ടുള്ള സർജിക്കൽ പ്രൊസീജിയർ എടുത്താൽ നോമ്പ് മുറിയുമോ എന്നുള്ള. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതുപോലുള്ള ചെറിയ ചെറിയ മെഡിക്കൽ കെയറുകൾ ഈ റമദാൻ മാസത്തിൽ എടുക്കുന്നത് പേടി കൊണ്ട് ഒഴിവാക്കാറുണ്ട്. പക്ഷേ സത്യം മറ്റൊന്നാണ്. ഇപ്പോൾ ഒരു ഡെൻ്റൽ ചെക്കപ്പ് ചെയ്തുകൊണ്ടോ അതിനുള്ളിലേക്ക് ഫില്ലിങ് ചെയ്താലോ ഒരു ലോക്കൽ അനസ്തീഷ്യ കൊടുത്തുകൊണ്ടോ ചെറിയ ചെറിയ സ്കിൻ പ്രൊസീജിയർ ചെയ്തുകൊണ്ടൊന്നും നോമ്പ് മുറിയില്ല. ആക്സിഡൻ്റ് ആയിട്ട് പെട്ടെന്ന് നമ്മളതങ്ങ് സ്വാലോ ചെയ്തു പോയി, അതും നോമ്പ് മുറിച്ച് കളയില്ല. പക്ഷേ മേജർ സർജറി ചെയ്യാണ്, IV ഫ്ലൂയിഡ് കൊടുക്കേണ്ട, ഗ്ലൂക്കോസ് കയറ്റേണ്ട പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നോമ്പ് മുറിക്കുക. തീർച്ചയായിട്ടും നമുക്ക് ഒരു ചികിത്സ വൈകിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്നതിനേക്കാളും നഷ്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കണം. എമർജൻസി ഘട്ടത്തിൽ നോമ്പിനുള്ള സമീപനം എങ്ങനെയാണ്? ഒരു മെഡിക്കൽ അടിയന്തര സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യമാണ് നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. എന്തൊക്കെ മെഡിക്കൽ എമർജൻസികൾ ഉണ്ടാവും? ചെസ്റ്റ് പെയിൻ, നെഞ്ചുവേദന ഉണ്ടായിട്ട് നോമ്പെടുത്തോടെ നിൽക്കാൻ പാടില്ല.
വല്ലാത്ത ശ്വാസമുട്ട്. തീർച്ചയായിട്ടും നോമ്പ് മുറിക്കേണ്ടതാണ്. തല കറങ്ങി വീഴുക, രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് പറ്റെ കുറഞ്ഞു പോവുക, അപസ്മാരം. അത്തരം ഘട്ടത്തിൽ എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ നോമ്പ് മുറിക്കേണ്ടതാണ്. ആവശ്യത്തിലുള്ള ചികിത്സ എടുക്കണം. മെഡിക്കൽ കെയർ പെട്ടെന്ന് തന്നെ കിട്ടണം. തീർച്ചയായിട്ടും എമർജൻസി കെയർ നമ്മൾ നീട്ടി വെക്കുന്നതിൽ നമുക്ക് പ്രത്യേകിച്ച് പടച്ചവൻ്റെ അടുത്ത് നിന്ന് ഗിഫ്റ്റൊന്നും കിട്ടാൻ പോകുന്നില്ല. നമ്മുടെ ജീവിതം അമൂല്യമാണ്. ഈ ഒരു കോഴ്സിൻ്റെ അവസാനത്തെ മോഡ്യൂൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നോമ്പ് കാലത്ത് നമ്മൾ എടുക്കേണ്ട പ്രിപ്പറേഷൻ എന്തൊക്കെയാണ്, നമ്മളുടെ ഡെയിലി സേഫ്റ്റി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതിന് മുമ്പ് പഠിച്ച എല്ലാ കാര്യങ്ങളോടും ഒന്നുകൂടി ചർച്ച ചെയ്യണം. ഓക്കെ, ഗെറ്റ് റെഡി. അപ്പം നോമ്പ് തുടങ്ങുമ്പം അതിന് മുമ്പ് പല രോഗങ്ങളും ഉള്ള ആൾക്കാരായിരിക്കും നോമ്പിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ പ്രീ റമദാൻ നമ്മളിപ്പോൾ വീടുകളൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി വെക്കും നോമ്പിൻ്റെ മുമ്പ്. അതുപോലെ നമ്മളുടെ ആരോഗ്യം ഒന്ന് പ്രിപ്പയർഡാക്കി വെക്കണം, ഒരു സ്മാർട്ടായിട്ട്. തീർച്ചയായിട്ടും ഒരു സേഫായിട്ടുള്ള റമദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റമദാൻ തുടങ്ങുന്നതിന് മുമ്പേ തുടങ്ങുന്നുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും ക്രോണിക്കായിട്ട് ഒരിക്കലും വിട്ടുമാറാത്ത അസുഖങ്ങളുണ്ടെങ്കിൽ ഈ ഒരു പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ചിലർക്ക് ചെയ്യാം, ചിലർക്ക് ചെയ്യേണ്ട എന്നുള്ളതല്ല, നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് നോമ്പിൻ്റെ മുമ്പായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ? ഒരു ഡോക്ടറുമായിട്ട് നിങ്ങളിപ്പോൾ പല രോഗങ്ങൾക്കും മരുന്ന് കഴിക്കുന്നുണ്ടാവും. ഡയബറ്റീസിനോ പ്രഷറിനോ അല്ലെങ്കിൽ അറ്റാക്കൊക്കെ ഉണ്ടായവരാണ്, ഇതിനൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ടാവും. ഇത് ഡോക്ടറുമായിട്ടൊന്ന് റിവ്യൂ ചെയ്യണം. ഡോക്ടറെ, ഞാനിപ്പോൾ എനിക്ക് നോമ്പ് കാലത്തേക്ക് പ്രവേശിക്കുകയാണ്, എന്തൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴൊക്കെ എങ്ങനെയൊക്കെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്നുള്ളത് നമ്മളൊന്ന് ചർച്ച ചെയ്യണം. പിന്നെ നോമ്പെടുക്കാൻ പറ്റിയതാണോ, എനിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ നോമ്പെടുക്കാൻ പറ്റിയതാണോ, അല്ല തീരെ എടുക്കാൻ പറ്റാത്തതാണോ? നമ്മൾ നേരത്തെ കോഴ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഗ്രീൻ, യെല്ലോ, റെഡ്. അപ്പം ആ ഒരു ഇതിൽ നമ്മൾ ഏത് ഗണത്തിലാണ് പെട്ടത് എന്നുള്ളത് നമ്മളിന്ന് ഡോക്ടറെ അടുത്ത് നിന്ന് തിട്ടപ്പെടുത്തിയെടുക്കണം. പിന്നെ മരുന്നിൻ്റെ ടൈം എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, അതും പ്രത്യേകം. പിന്നെ ന്യൂട്രീഷൻ പ്ലാനിങ്, തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമുള്ള പോഷകസമ്പന്നമായ ഭക്ഷണങ്ങൾ ആ ഭക്ഷണം കഴിക്കേണ്ട ഡ്യൂറേഷനിൽ നമുക്ക് കിട്ടേണ്ടതുണ്ട്. അതിനെക്കുറിച്ചുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. പിന്നെ ജലാംശം എങ്ങനെ, രാവിലെ നോമ്പ് നോൽക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ കുറവ് നികത്താൻ വേണ്ടി ഏതൊക്കെ രീതിയിലാണ് ജലാംശം ഉള്ളിൽ എത്തേണ്ടത്. പിന്നെ എമർജൻസി ആയിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിന് എന്താണ് ചെയ്യേണ്ടത്. പലപ്പോഴും ആൾക്കാർ എന്താ പറയുക, ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞു കൊടുത്താൽ പറയും, അതൊന്നും കുഴപ്പമില്ല ഡോക്ടറെ, ഞങ്ങൾക്ക് അപ്പം കാണാം എന്നുള്ള രീതിയിലാണ്. ഒരിക്കലും ആ അപ്രോച്ച് നമ്മൾ ജീവന് ഭീഷണിയാവുന്നൊരവസ്ഥ ഉണ്ടാവുക. മനസ്സിലല്ലേ? പടച്ചോൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടല്ലോ. പടച്ചോൻ ഒരു പാസ്റ്റിലുള്ളതോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലുള്ളതോ അല്ലെങ്കിൽ സാങ്കല്പികമോ അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പടച്ചോൻ്റെ സാന്നിധ്യം അപ്പം അനുഭവിച്ചറിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതിലൊന്നും വല്ലാതെ വസ്വാസ് പിടിച്ചെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ യഥാർത്ഥ രീതിയിലൊരു പ്രിപ്പറേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഈ നോമ്പെടുക്കുന്ന കാലത്ത് നമുക്ക് അതിൻ്റെ ആ ഒരു പ്രോസസ്സ് മുഴുവനായിട്ട് നമ്മളെ കൺട്രോളിലോട്ട് വരും എന്നുള്ളതാണ്. ഒരു പ്രിപ്പറേഷൻ ആവശ്യമാണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഒരു 20 മിനിറ്റെങ്കിലും ഒരു ഡോക്ടറുമായിട്ട് നിങ്ങൾ അതിന് മുമ്പ് കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ അഡ്മിഷൻ ഒഴിവാക്കാം, കോംപ്ലിക്കേഷൻസ് വരുന്ന ഒഴിവാക്കാം. പിന്നെ കുറ്റബോധമില്ലാതെ നോമ്പെടുക്കുന്നൊരു സാഹചര്യം ഉണ്ടാവും. പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പേടിയല്ല, അതൊരു സ്വാതന്ത്ര്യമാണ്. നോമ്പല്ലേ വരുന്നത്, ഓരോ ദിവസത്തെയും നോമ്പിൽ പാലിക്കേണ്ട കുറച്ച് നിയമങ്ങളാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ദിനേന ഫോളോ ചെയ്യേണ്ട സേഫ്റ്റി റൂൾസാണിത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് 5 നിയമങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒരു കാരണവശാലും ഇതിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം, റൂൾ നമ്പർ 1, ഒരു കാരണവശാലും സുഹൂർ മിസ് ചെയ്യാൻ പാടില്ല. കാരണം പുലർച്ചക്കത്തെ ഭക്ഷണം ഒഴിവാക്കി കഴിഞ്ഞാൽ അത് ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറഞ്ഞാൽ രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് പറ്റ കുറഞ്ഞു പോകുന്നൊരു സാഹചര്യം. ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ നിർജ്ജലീകരണം, നമ്മുടെ ശരീരത്തിൽ ജലം വറ്റിപ്പോകുന്നൊരവസ്ഥ ചിന്തിച്ചു നോക്ക്.
അതുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ശരീരം വീക്കാവും. റൂൾ നമ്പർ 2, നമ്മൾ വളരെ സമാധാനത്തോടെയും സ്ലോ ആയിട്ട് നോമ്പ് ബ്രേക്ക് ചെയ്യാം. കുറച്ച് വെള്ളം എടുത്തിട്ട് സാവധാനം കുടിച്ചിട്ട് തുടങ്ങുക. പിന്നെ ഷുഗർ അടങ്ങിയ പാനീയങ്ങളും മറ്റും അതുപോലെ തന്നെ എണ്ണക്കടികളും മറ്റും ഓവറായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒഴിവാക്കുക. റൂൾ നമ്പർ 3, നമ്മൾ ജലാംശം ഉള്ളിലെത്തുക എന്നുള്ളത് അതൊരു ആരാധന പോലെയാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ നല്ലൊരു ശതമാനം ജലമാണ്. നമ്മൾ ഇഫ്താറിനും നോമ്പ് സുഹൂറിനുമിടയിൽ ധാരാളം വെള്ളം കുടിച്ചു എന്നുള്ളത് ഒരു ആരാധന പോലെ തന്നെ ആ ഒരു കർമ്മം നിർവഹിക്കണം. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ നെസസിറ്റി എന്താണ്? അത് ഉറക്കമാണ്. കാരണം ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഷുഗർ നിയന്ത്രണത്തെ താറുമാറാക്കും, നമ്മുടെ ബ്ലഡ് പ്രഷർ അപകടത്തിലാക്കും, നമ്മുടെ മാനസികാരോഗ്യം തകർത്ത് കളയും. റൂൾ നമ്പർ 5 എന്താണ്? നമുക്ക് എന്തെങ്കിലും ക്രോണിക് അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ, അപകടകരമായ ലക്ഷണങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്യണം. നമ്മളങ്ങോട്ട് തളർന്ന് വീണ് കൊളാപ്സ് ആവാൻ വേണ്ടി കാത്തിക്കാൻ പാടില്ല. ഒരു സേഫായിട്ടുള്ളൊരു ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് വളരെ സ്ട്രക്ചറായിട്ടുള്ളൊരു ഫാസ്റ്റിംഗ് ആണ്. ഈ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു ഫാസ്റ്റിംഗ് ആണ് ഏറ്റവും സേഫായിട്ടുള്ള ഫാസ്റ്റിംഗ്. ഒരാൾ നോമ്പെടുത്തു, ആ നോമ്പ് മുറിച്ച് കളയേണ്ട നിർബന്ധ സാഹചര്യം എപ്പോഴാണ് ഉണ്ടാകുന്നത്? പല ആൾക്കാരും പേടി കൊണ്ടോ അല്ലെങ്കിൽ കുറ്റബോധം കൊണ്ടോ ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ കണ്ടാൽ പോലും നോമ്പ് മുറിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവും. ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നോമ്പ് മുറിച്ചിരിക്കണം. വല്ലാതെ തലകറക്കം അനുഭവപ്പെടുക, എന്നിട്ട് കുഴഞ്ഞു വീണ് പോവുക, വളരെ ഒരു രക്ഷയില്ലാത്ത അത്രയും ശരീരം വീക്കായി പോവുക, ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നൊരവസ്ഥ, നെഞ്ചുവേദന അനുഭവപ്പെടുക, ശ്വാസം മുട്ടൽ അനുഭവപ്പെടുക, പിന്നെ ബ്ലഡ് ഷുഗർ പറ്റ കുറഞ്ഞു പോവുക അല്ലെങ്കിൽ പറ്റ കൂടി പോവുക. ഇത്തരം സാഹചര്യങ്ങളിൽ നോമ്പ് കണ്ടിന്യൂ ചെയ്യുന്നത് വൈദ്യശാസ്ത്രപ്രകാരം വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ്. മതപരമായിട്ടും അത് ഇൻകറക്റ്റാണ്. നമ്മൾ അത്തരം ഒരു ഘട്ടത്തിൽ നോമ്പ് മുറിക്കുക എന്നുള്ളത് ഒരു പരാജയമല്ല, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ശരീരത്തിന് കോട്ടുണ്ടാക്കുന്നതിന് പടച്ചോന് നിങ്ങൾക്ക് കൂലി തരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. പല രോഗമുള്ളവർ നോമ്പെടുക്കുക, ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുള്ള നോമ്പെടുക്കുകയൊക്കെ ചെയ്യുമ്പം നമ്മൾ നോമ്പിൻ്റെ മുമ്പായിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു ചെക്ക് ലിസ്റ്റ് നമ്മൾ ഈ കോഴ്സിൽ ഇതിനെക്കുറിച്ച് പറയുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു ടോട്ടൽ ചെക്ക് ലിസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ആയിട്ട് പ്രാക്ടിക്കലായിട്ട് പറയണം. നമുക്ക് ഉണ്ടാവുന്നൊരു കൺഫ്യൂഷനെ നമ്മൾ ചെക്ക് ലിസ്റ്റായിട്ട് റീപ്ലേസ് ചെയ്യാം. അപ്പം ഒരു നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ഡോക്ടറോട് ഒരു കൺസൾട്ടേഷൻ ചെയ്തോ എന്നുള്ളതാണ്. എങ്ങനെയൊക്കെയാണ് നോമ്പെടുക്കേണ്ടത്, എന്തൊക്കെയാണ്, എപ്പോഴൊക്കെയാണ് എടുക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതിലുള്ള കൺസൾട്ടേഷൻ, മരുന്നുകളുടെ ടൈം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ എനിക്ക് നോമ്പെടുക്കാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ റിസ്ക് കാറ്റഗറി അറിഞ്ഞിരിക്കണം. ചില ആൾക്കാർക്ക് നോമ്പെടുക്കാൻ പറ്റാത്തവരുണ്ടെന്ന് പറഞ്ഞു. ചിലർക്ക് വേണമെങ്കിൽ എടുക്കാം, എടുക്കാതിരിക്കാം. ചിലർക്ക് എടുക്കാനേ പാടില്ല, ചിലർക്കുന്നതിന് കുഴപ്പമില്ല. ആ റിസ്ക് കാറ്റഗറി ഏതാണെന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ മെഡിസിൻസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെന്നുള്ളത് ഉറപ്പാക്കുക. പിന്നെ ഡെയിലി നമ്മൾ ചെയ്യേണ്ട ചെക്ക് ലിസ്റ്റ് എന്താണ്? പുലർച്ചക്കത്തെ ഭക്ഷണം ആ ഒരു ബാങ്ക് കൊടുക്കാൻ നേരത്ത് മാക്സിമം നേരത്തിന് മാക്സിമം അല്ല, നിർബന്ധമായിട്ട് ആ സമയത്താണ് കഴിക്കേണ്ടത്. ചിലരൊക്കെ നേരത്തെ കഴിച്ചു കൊടുക്കും. അത്രയും സമയം നമുക്ക് നിർജ്ജലീകരണമൊക്കെ വരാനുള്ള ചാൻസ് കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ദിവസം മതിയായ രീതിയിൽ ജലാംശം എടുത്ത് പിന്നെ ഓരോ ദിവസവും ജലാംശം മതിയായ രീതിയിൽ ഉറപ്പാക്കുക. പിന്നെ ഓരോ ലക്ഷണങ്ങളെയും മോണിറ്റർ ചെയ്യുക. ഇനി എമർജൻസി ചെക്ക് ലിസ്റ്റ് എന്തൊക്കെയാണ്? എപ്പോഴാണ് നോമ്പ് മുറിക്കേണ്ടത് എന്നുള്ളത് വ്യക്തമായി അറിഞ്ഞിരിക്കുക. പിന്നെ എമർജൻസി കോണ്ടാക്ട്സുകളൊക്കെ റെഡിയാക്കി വെക്കുക. എന്തെങ്കിലും കുഴപ്പം കണ്ടെന്നാൽ ഒരു കാരണവശാലും ട്രീറ്റ്മെൻറ്റ് വൈകിപ്പിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും ഈ ഒരു ചെക്ക് ലിസ്റ്റ് നമ്മൾ കാത്തുസൂക്ഷിച്ചാൽ നമ്മുടെ ജീവിതം സംരക്ഷിക്കാൻ പറ്റും. റിലീജിയൻ എപ്പോഴും ക്ലാരിറ്റിയാണ് ഇഷ്ടം. മോഡ്യൂൾ 5 ഏവർക്കും സ്വാഗതം. ചില ആൾക്കാർക്ക് എങ്ങനെയാണ് ഈ റമദാൻ ഫാസ്റ്റിംഗ് എന്നുള്ളതിനെക്കുറിച്ച്, പ്രത്യേകിച്ച് പ്രഗ്നൻസി,
ക്യാൻസർ പേഷ്യൻസ് അങ്ങനത്തെവർക്കൊക്കെ. അപ്പോൾ ഈ ഒരു മോഡ്യൂൾ കഴിയുമ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിരിക്കും. ആരൊക്കെയാണ് നോമ്പ് എടുക്കാൻ നിർബന്ധമില്ലാത്തവർ, എങ്ങനെയാണ് നിർബന്ധിച്ച് നോമ്പെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത അപകടം ഉണ്ടാവുന്നത്, പ്രസവ സമയത്ത് മാനസിക രോഗികളുള്ളവർ, ക്യാൻസർ രോഗികൾ, രക്തത്തിൻ്റെ അസുഖമുള്ളവർക്കൊക്കെ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് നോമ്പെടുക്കേണ്ട ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, കുറ്റബോധവും സാമൂഹിക സമ്മർദ്ദവും എങ്ങനെ ഒഴിവാക്കാം. ഇവിടെ നമ്മൾ ഇസ്ലാമികമായിട്ടുള്ള കാരുണ്യവും മെഡിക്കൽ ശാസ്ത്രപരമായിട്ടുള്ള ഉത്തരവാദിത്വവും ഒരുമിച്ച് കൊണ്ടുപോവുകയാണ്. ഗർഭധാരണവും ബ്രസ്റ്റ് ഫീഡിങ്ങും എങ്ങനെയാണ് മെഡിക്കൽ ആൻഡ് ഇസ്ലാമിക് പെർസ്പെക്റ്റീവിൽ നമ്മൾ കാണാം. ഗർഭധാരണം എന്ന് പറഞ്ഞാൽ ഒരു അസുഖമല്ല, പക്ഷേ നമുക്കൊരു ഫിസിയോളജിക്കൽ സ്റ്റേറ്റിൽ ഒരുപാട് ഡിമാൻഡ്സ്, ഒരുപാട് കാര്യങ്ങൾ അമിതമായിട്ട് വേണ്ട ഒരു സമയമാണ്. കാരണം ഈ പ്രസവ സമയത്ത്, ഗർഭധാരണ സമയത്ത് നമ്മൾ ഒരു സ്ത്രീയുടെ ശരീരത്തിലെ ബ്ലഡ് വോളിയം ഇൻക്രീസ് ചെയ്യും, കൂടി വരും. അവർക്ക് വേണ്ട പോഷകങ്ങളുടെ അനിവാര്യത വർദ്ധിച്ചു വരും. പിന്നെ ഫാസ്റ്റിംഗ് സമയത്ത് ഷുഗർ കുറഞ്ഞു പോകുന്നൊരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ, നിർജ്ജലീകരണം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫാസ്റ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് തലകറക്കം ഉണ്ടാവാം, ബ്ലഡ് ഷുഗർ കുറഞ്ഞു പോകുന്ന സമയം ഉണ്ടാവാം, പിന്നെ ഫീറ്റൽ ചലനങ്ങൾ കുറഞ്ഞു പോകുന്നൊരു സാഹചര്യം ഉണ്ടാവാം, പിന്നെ പ്രീ ടേം കോംപ്ലിക്കേഷൻസ് വരാം. ആരാണ് ഒഴിവാക്കേണ്ടത്? ഹൈ റിസ്ക് പ്രഗ്നൻസി ഉള്ള ആൾക്കാർ, അനീമിയ ഉള്ള സ്ത്രീകൾ, പിന്നെ പ്രഗ്നൻസിയുടെ സമയത്തുണ്ടാകുന്ന പ്രമേഹമുള്ളവർ, പിന്നെ വെയിറ്റ് ഗെയിൻ പുവറായി നിൽക്കുന്നവർ, പിന്നെ വളരെ കുറച്ച് മുലപ്പാൽ മാത്രം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ത്രീകൾ, പ്രത്യേകിച്ച് ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ സമയത്ത്. ഇസ്ലാം നമുക്കറിയാം പ്രഗ്നൻ്റ് ആയിട്ടുള്ളതും മുലപ്പാലൂട്ടുന്നതുമായ സ്ത്രീകൾക്ക് വ്യക്തമായിട്ടുള്ള ഇളവ് നൽകിയിട്ടുണ്ട്. അവരാരോഗ്യത്തിന് അത് ബാധിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി പിന്നെ നോട്ട് വിടാം, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് വഴികളിലൂടെ അത് സോൾവ് ചെയ്യാവുന്നതാണ്. മാനസിക ആരോഗ്യവും റമദാനും, പലപ്പോഴും മാനസികാരോഗ്യ പ്രശ്നങ്ങളാണ് ഈ റമദാനിൽ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്നത്. കാരണം ആ ഒരു സമയത്ത് നമ്മുടെ ഉറക്കക്രമം മാറുന്നു, ഭക്ഷണ സമയം മാറുന്നു, മനോരോഗങ്ങൾ മോശമാവാനുള്ള സാധ്യതയുണ്ട്. മരുന്നുകൾ ഒരിക്കലും നിർത്താൻ പാടുള്ളതല്ല. മരുന്ന് നിർത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? രോഗം വീണ്ടും വരാനും ആശുപത്രി വാസത്തിലേക്ക് നീങ്ങാനും കാരണമാകാം. മാനസികാരോഗ്യം തകരാറിലാക്കുന്ന നോമ്പ് ശുപാർശ ചെയ്യപ്പെട്ടിട്ടില്ല. ക്യാൻസറും നോമ്പും ചികിത്സ വളരെ അനിവാര്യമായി വരുന്നൊരു ഘട്ടം. ക്യാൻസർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ പോഷകാഹാരങ്ങൾ അവിടെ എത്തേണ്ട, നമ്മുടെ ജലാംശം ശരിയായി നിലനിർത്തേണ്ട, സമയാസമയത്ത് മെഡിക്കേഷൻ കഴിക്കേണ്ട, നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിന് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സാഹചര്യമാണ്. കീമോതെറാപ്പി, റേഡിയോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി തുടങ്ങിയ ചികിത്സാരീതികൾ എടുക്കുന്ന രോഗികൾ ഒരു കാരണവശാലും ഓങ്കോളജിസ്റ്റിനടുത്ത് നിന്ന് യഥാർത്ഥ ഒരു ക്ലിയറൻസ് കിട്ടാതെ നോമ്പെടുക്കാൻ പാടില്ല. ഫാസ്റ്റിംഗ് ഇത്തരം രോഗികൾ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? വളരെ ശക്തമായിട്ടുള്ള വീക്ക്നെസ് ഉണ്ടാവാം, മറ്റ് അണുബാധകൾ വരാനുള്ള സാധ്യത കൂടിയെന്ന് വരാം, ചികിത്സ പരാജയം സംഭവിച്ചതെന്ന് വരാം. ഇസ്ലാം എപ്പോഴും മുൻഗണന നൽകുന്നത് എന്തിനു വേണ്ടിയാണ്? തൻ്റെ ജീവിതത്തെ സംരക്ഷിക്കുന്നതിലാണ്. നമ്മുടെ ശരീരത്തിന് ഒരു അപകടം ഉണ്ടാക്കുന്നത് കൊണ്ട് ഒരു സ്പിരിച്വൽ റിവാർഡും അതിലൂടെ കിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ശക്തമായിട്ടുള്ള അനീമിയയും മറ്റ് രക്തരോഗങ്ങളും ഉള്ളൊരു നോമ്പെടുക്കാൻ പാടുണ്ടോ? നമുക്കറിയാം, രക്തസംബന്ധമായ രോഗമുള്ള ആൾക്കാർക്ക് നമ്മുടെ കോശങ്ങളിലേക്ക് യഥാർത്ഥ രീതിയിൽ ഓക്സിജൻ ഡെലിവറി ചെയ്യുന്നത് കുറവായിരിക്കും. ഏതൊക്കെ കണ്ടീഷൻസ്? സിവിയർ അനീമിയ, തലസീമിയ, സിക്കിൾ സെൽ രോഗം,
പിന്നെ കുറേ ബ്ലീഡിങ് രോഗങ്ങളുള്ളവർ, ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഉള്ളവർ. ഇവർ ഫാസ്റ്റിംഗ് എടുത്താൽ എന്തായിരിക്കും സംഭവിക്കുക? ക്ഷീണം കൂടും, തലകറക്കം വരാം, ശരീരത്തിലെ ആന്തരിക അവയവങ്ങളിലേക്ക് സ്ട്രെസ്സ് കൂടുതൽ ഉണ്ടാവാം. അതുകൊണ്ട് ഒരു കാരണവശാലും നല്ല ശക്തമായിട്ടുള്ള അനീമിയ ഉള്ളവർ ഒരു കാരണവശാലും ഒരു ഡോക്ടറുടെ ഉപദേശപ്രകാരമല്ലാതെ നോമ്പെടുക്കാൻ പാടില്ല. 22-ാം അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പലപ്പോഴും നോമ്പെടുക്കാൻ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിലും, നോമ്പെടുക്കാൻ പാടില്ലെങ്കിലും, പലപ്പോഴും സാമൂഹികവും ആയിട്ടുള്ള സമ്മർദ്ദം കാരണം ചിലർ നോമ്പെടുക്കാറുണ്ട്. ഈ സമ്മർദ്ദം രോഗത്തെ മറച്ചു വെക്കാൻ, ചികിത്സ വൈകിപ്പിക്കാനൊക്കെ കാരണമാകുന്നു എന്നുള്ളതാണ്. ഇസ്ലാം ആരോഗ്യത്തെക്കാൾ പൊതുചിത്രത്തിന് പ്രാധാന്യം നൽകുന്നില്ല. കുറ്റബോധം ഒഴിവാക്കുക, അതാണ് കാരുണ്യം. നോമ്പെടുക്കാൻ പാടില്ലെങ്കിൽ നോമ്പെടുക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങളിങ്ങനെ വിചാരിച്ച് അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തിന് കൊടുക്കുന്ന നോമ്പ് മറ്റാർക്കോ വേണ്ടിയായി പോകും.